नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 68. മഹർഷി നാരദൻ കൃഷ്ണന്റെ ഭവനങ്ങൾ സന്ദർശിക്കുന്നു. ജീവാത്മാക്കളുടെ എല്ലാം പരമാത്മാവാണെങ്കിലും തൻ്റെ അന്തഃശക്തിയുടെ പ്രവർത്തനങ്ങൾ വെളിവാക്കാൻ ഒരു സാധാരണ മനുഷ്യൻ്റെ ഭാഗം അഭിനയിക്കുന്ന ഭഗവാന്റെ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നാരദ മഹർഷി നേരിൽ കണ്ടു. അകമേ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാനോടിങ്ങനെ പറഞ്ഞു: യോഗേശ്വരനും മഹായോഗികളുടെ ധ്യാന വിഷയവുമായ ഭഗവാനെ, ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയ യോഗികൾക്കു പോലും അവിടുത്തെ യോഗശക്തിയുടെ വ്യാപ്തി സങ്കല്പാതീതമാണ്. എന്നാൽ അങ്ങയുടെ കൃപാതിരേകത്താൽ ഞാൻ സദാ അവിടുത്തെ പാദപത്മങ്ങളുടെ അതീന്ദ്രിയമായ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങയുടെ ആന്തരിക ശക്തിയുടെ പ്രവർത്തനങ്ങൾ അത്യന്തം ദയാപൂർവം അവിടുന്ന് എനിക്കു വെളിവാക്കിത്തന്നു. ഭഗവാനെ, അവിടുന്ന് എല്ലാവർക്കും ആരാധ്യനാണ്. ദേവന്മാരും 14 ലോകങ്ങളുടെയും അധിഷ്ഠാന ദേവതകളും അവിടുത്തെ സർവാതിശായിയായ കീർത്തിയെക്കുറിച്ചു ബോധവാന്മാരാണു താനും. ഇങ്ങനെ ഭഗവാന്റെ അതീന്ദ്രിയമായ പ്രവർത്തനങ്ങൾ കണ്ട് സംപ്രീതനായ നാരദമുനി മടങ്ങിപ്പോയി. പരമപുരുഷനായ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ സ്വന്തം അന്തരംഗ ശക്തി കൊണ്ട് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ അവതരിക്കുന്നതെങ്ങനെയെന്നും ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നേടാൻ പിന്തുടരേണ്ട തത്വങ്ങൾ എന്തൊക്കെയാണെന്നും ഭഗവാൻ സ്വന്തം നിലയ്ക്കു വെളിപ്പെടുത്തി തന്നതെങ്ങനെയെന്നും പരീക്ഷിത്തു മഹാരാജാവിനു വിശദീകരിച്ചു കൊടുക്കുകയാണ് ദ്വാരകയിൽ കൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്നതിലൂടെ ശുകദേവ ഗോസ്വാമി ചെയ്തത്. ദ്വാരകയിലെ 16,000-ത്തിലധികം റാണിമാർ മുഴുവൻ പുഞ്ചിരിച്ചുകൊണ്ടും പരിചരിച്ചുകൊണ്ടും തങ്ങളുടെ സ്ത്രൈണവും ആകർഷകവുമായ രൂപഭാവങ്ങൾ ഭഗവാന്റെ അതീന്ദ്രിയമായ സേവനത്തിൽ നിരതമാക്കി. സന്തുഷ്ടനായ അദ്ദേഹം ഗൃഹസ്ഥാശ്രമ ജീവിതം ആസ്വദിക്കുന്ന ശരിയായ ഭർത്താവിനെ പോലെ അവരോടു പെരുമാറുകയും ചെയ്തു. ഭഗവാൻ കൃഷ്ണനല്ലാതെ മറ്റാർക്കും ഇത്തരം ലീലകളാടാനാവില്ലെന്നു മനസ്സിലാക്കണം. ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ആദി കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനാണ്.
ഭഗവാന്റെ ദ്വാരകാ ലീലകളെക്കുറിച്ച് ശ്രദ്ധാപൂർവം കേൾക്കുകയോ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നവനു മോചനത്തിൻ്റെ പാത പിന്നിടാനും ഭഗവാൻ കൃഷ്ണൻ്റെ പാദപത്മങ്ങളുടെ അമൃതരസം ആസ്വദിക്കാനും അത്യന്തം എളുപ്പമായിരിക്കും. അങ്ങനെ അയാൾ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ സദാ നിരതനായി തീരുകയും ചെയ്യും. ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ മഹർഷി നാരദൻ കൃഷ്ണൻ്റെ ഭവനങ്ങൾ സന്ദർശിക്കുന്നു എന്ന 68-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.